ഈശോയുടെ പാർശ്വത്തിൽ കുത്തിയ കുന്തത്തിന്റെ തിരുശേഷിപ്പ് വത്തിക്കാനിൽ നോമ്പുകാല വണക്കത്തിനായി തുറന്നു. ആഘോഷമായ ചടങ്ങുകളോടെയാണ് തിരുശേഷിപ്പ് വണക്കത്തിനായി തുറന്നത്. ഈശോയുടെ വിലാവിൽ കുന്തം കൊണ്ട് കുത്തിയ പടയാളിയെ റോമിലെ പ്രാദേശിക സഭയിൽ പ്രത്യേകമായ വിധത്തിൽ വണങ്ങുന്നുണ്ട്. ലോങ്കിനോസ് എന്നായിരുന്നു ആ പടയാളിയുടെ പേരെന്ന് പാരമ്പര്യം പറയുന്നു. ഈശോയുടെ വിലാവ് കുത്തിത്തുറക്കാൻ ഉപയോഗിച്ച കുന്തം ലോങ്കിനോസിന്റെ കുന്തം എന്നാണ് അറിയപ്പെടുന്നത്. ആ സംഭവം ക്രൈസ്തവ പാരമ്പര്യത്തിൽ ചെറുതല്ലാത്ത ഒരു സ്ഥാനം വഹിക്കുന്നുമുണ്ട്. ക്രൈസ്തവ പാരമ്പര്യമനുസരിച്ച് ആ കുന്തത്തിന്റെ തിരുശേഷിപ്പ് വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷമാണ് ഈ സംഭവത്തിന്റെ സൂചന ബൈബിളിൽ നൽകുന്നത്. ഒരു റോമൻ പടയാളി ഈശോയുടെ മരണം ഉറപ്പാക്കാനായി അവന്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തിയെന്ന് യോഹന്നാൻ 19:34 പറയുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്ന ആ റോമൻ പടയാളി ലോങ്കിനോസ് ആണെന്നാണ്. പരമ്പരാഗതമായി മാർച്ച് 15-ാം തീയതിയാണ് വിശുദ്ധ ലോങ്കിനോസിന്റെ തിരുനാൾ ആഘോഷിക്കുന്നത്. എന്നാൽ റോമിലെ രക്തസാക്ഷി ചരിത്രത്തിൽ ഒക്ടോബർ 16-ാം തീയതിയാണ് അദ്ദേഹത്തിന്റെ തിരുനാൾ. വത്തിക്കാനിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന രൂപം നിർമ്മിച്ചത് ജിയാൻ ലോറൻസ ബെർണിയാണ്. ചില പാരമ്പര്യങ്ങളനുസരിച്ച് ഈശോയുടെ വിലാവിൽ നിന്നുള്ള രക്തം കൊണ്ട് കണ്ണു സുഖമാക്കപ്പെട്ടയാളാണ് വിശുദ്ധ ലോങ്കിനോസ്. ഈശോയുടെ വിലാവ് തുറന്നയാളെന്ന നിലയിലും ഈശോയിൽ നിന്നും സൗഖ്യം സ്വീകരിച്ചയാളെന്ന നിലയിലും നോമ്പുകാലത്ത് അദ്ദേഹത്തിന്റെ അനുസ്മരണം ഈശോയുടെ പീഡാനുഭവങ്ങളെക്കുറിച്ചുള്ള ധ്യാനത്തിലേക്ക് നയിക്കും.